വോട്ടുറപ്പിക്കാൻ പരക്കം പായുകയാണ് സ്ഥാനാർത്ഥികൾ എല്ലാവരും. ഓരോ സ്ഥലങ്ങളിലെയും ഓരോ വോട്ടുകളും പ്രധാനമായത് തന്നെയാണ് അതിന്റെ കാരണവും. പക്ഷേ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികൾക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. കോഴിക്കോട്ടെയും വടകരയിലെയും ആലത്തൂരിലെയും വോട്ടുകൾ കൂടി ഉറപ്പാക്കിയാൽ മാത്രമേ തലസ്ഥാനം പിടിക്കാനാകൂ എന്നതാണ് സ്ഥിതി. അതെന്താ അങ്ങനെയെന്നല്ലേ? തിരുവനന്തപുരത്ത് നിന്നും അശ്വിൻ ഡിയാഗോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇത് വടകര. ഇത് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുള്ള ഫ്ലക്സ്. ഇവിടെ രാജീവ് മാത്രമല്ല, ശശി തരൂരുമുണ്ട്, പന്ന്യൻ രവീന്ദ്രനുമുണ്ട്. നിങ്ങൾ ഓർക്കുന്നത് ഇവർക്കെന്താണ് വടകരയിൽ കാര്യം എന്നല്ലേ? നമുക്ക് നോക്കാം. കോഴിക്കോട്, ആലത്തൂർ, വടകര. നിങ്ങൾ കരുതുന്നുണ്ടാകാം ഈ ലോക്സഭാ മണ്ഡലങ്ങളിലുണ്ടായ എന്തോ വലിയ സംഭവത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നതെന്ന്. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഞാൻ പറയുന്നത് തിരുവനന്തപുരത്തുള്ള കോഴിക്കോടിനെയും ആലത്തൂരിനെയും വടകരയെയും കുറിച്ചാണ്. പാറശാല നിയോജക മണ്ഡലത്തിലെ പഞ്ചായത്തുകളായ കുന്നത്തുകാലിന്റെയും പെരുങ്കടവിളയുടെയും അതിർത്തി പ്രദേശമാണ് കോഴിക്കോട്. പെരുങ്കടവിള പഞ്ചായത്തിലെ വാർഡാണ് ആലത്തൂർ. ഇതേ പഞ്ചായത്തിലെ മാരായമുട്ടത്തിനടുത്തുള്ള വാർഡാണ് വടകര. ഞങ്ങളെ പഞ്ചായത്താണ് നമ്മളെ പഞ്ചായത്ത്. അതിൽ 8ാം വാർഡാണ് ഈ വടകര എന്ന് പറയുന്നത്. കൗതുകമാണ്. ഇപ്പോൾ പാലക്കാട് ആലത്തൂരുണ്ട്, അവിടെ നിയോജകമണ്ഡലമുണ്ട്, താലൂക്കുമുണ്ട്, വാർഡാണ് ആലത്തൂർ വാർഡാണിത്. ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് കോഴിക്കോട്, കുളക്കോട്, മണവാരി, ഇങ്ങനെയാണ്. 2 ജില്ലകളിലെ സ്ഥലപ്പേര് എങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് 35 കിലോമീറ്റർ തെക്കുള്ള പ്രദേശത്ത് എത്തിയതെന്ന ചോദ്യത്തിന് ആർക്കും കൃത്യമായ ഉത്തരമില്ല. എനിക്കിത് അറിയാവുന്ന കാലം മുതലേ വടകര എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഇപ്പോഴും ഞങ്ങളൊക്കെ വടകര എന്ന് പറയുമ്പം ആളുകൾക്ക് ഒരു അത്ഭുതം പോലെ. ആ സ്ഥലത്തൊരു ആലയുണ്ടായിരുന്നു. ആ ആലയുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഈ ആലയിലാണ് പണി ചെയ്യാൻ വരുന്നത്. അങ്ങനെ ആലത്തൂരായെന്നാണ് എനിക്കൊക്കെ അറിയാം. ഇവിടെ അറിയപ്പെടുന്ന കോഴിക്കോട് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല. എൻ്റെ അച്ഛനപ്പന്മാരുടെ കാലം മുതലേ ഇവിടെ കോഴിക്കോട് എന്നുള്ള സ്ഥലപ്പേരാണ്. തിരുവനന്തപുരത്ത് ആര് ജയിച്ചാലും അവർ തിരുവനന്തപുരത്തിന്റെ മാത്രമല്ല, കോഴിക്കോടിന്റെയും വടകരയുടെയും ആലത്തൂരിന്റെയും കൂടി ജനപ്രതിനിധികളാണ്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ ആഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.